മൂക്കിൽ ട്യൂബിട്ട അവസ്ഥയിൽ ആശുപത്രിയിൽ നിന്നും എലിസബത്ത് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. ബാലയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എലിസബത്ത് നേരത്തെയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നീറിപ്പുകയുകയാണ്. എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കും എന്നാണ് എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞത്. സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പരാതി നൽകുകയും ചെയ്തു. താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് കരുതിയില്ല എന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിസബത്ത് ഉദയൻ വീഡിയോയിൽ പറഞ്ഞു. കൂടാതെ ബാലയിൽ നിന്നും താൻ അനുഭവിച്ച വേദനകളെക്കുറിച്ചും എലിസബത്ത് ചില ചോദ്യങ്ങളും ഉന്നയിച്ചു. എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന്. പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറ, അതൊരു കല്യാണമായി നടത്തിയതല്ലേ? ഇൻവിറ്റേഷൻ കാർഡ് വരെ അച്ചടിച്ചതാണ്. ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നു. ഇത് പറ്റിക്കലല്ലേ? അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ? ഇനി എന്തു സംഭവിക്കും എന്നറിയില്ല. ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവി കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്നാണ് എലിസബത്തിന്റെ ചോദ്യം.